പൊരുത്തമുള്ള മാസം, അള്ളാഹ്ക്ക് വലിയ ഇഷ്ടമുള്ള മാസം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊന്ന ആ ഒരു ഹദീസ് മതി ഞങ്ങൾക്ക്, ഒരു ഹദീസ് മതി. എന്ത്? ആ മുഹറം മാസത്തിന്റെ പവിത്ര അറിയുവാനായിട്ട്. എന്താ ഹദീസ്? മുത്തുനബി പറഞ്ഞു, അഫ്ളലു സിയാം ബഅദ റമളാൻ ശഹറുല്ലാഹിൽ മുഹറം. എന്താ ചൊന്നേ? മുത്തുനബി ചൊന്നോളൂ, അഫ്ളലു സിയാം നോമ്പിലേക്ക് ബഅദ റമളാൻ, റമളാനിന് ശേഷം ഏറ്റവും ശ്രേഷ്ഠമായ നോമ്പ് എന്ന് ചൊന്നത് ശഹറുല്ലാഹിൽ മുഹറം, മുഹറം മാസത്തിൽ നോമ്പായിട്ടില്ലേ. അത് വലിയ മഹത്വമുണ്ട്. ഈ മാസത്തിന് വലിയ മഹത്വമുണ്ട്. ഈ മാസം എന്ന് പറയുന്നത് ശഹറുൽ അംബിയ, അംബിയാക്കളുടെ മാസമായിട്ടില്ലേ. അംബിയാക്കളുടെ മാസം ഈ മാസം. അങ്ങനെ ഈ മാസത്തിലാണ് അല്ലാഹു തആല ഒരുപാട് കാര്യങ്ങൾ തീരുമാനിച്ചത്. ഈ മുഹറം 10-ായിരിക്കണം. 10 ഇനി വരാൻ പോകുന്ന ഇൻഷാ അല്ലാഹ് 9 നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 10 നോമ്പ് അനുഷ്ഠിച്ചപ്പോ സഹാബാക്കൾ ചൊന്നു വന്നിട്ട്, നബിയെ ഞങ്ങൾ 10 നോമ്പ് അനുഷ്ഠിക്കണേ, പക്ഷേ നസാറാക്കളും യഹൂദികളും അതേപോലെ നോമ്പ് അനുഷ്ഠിക്കണേ. അപ്പൊ മുത്തുനബി ചൊന്നു, എന്നാൽ നിങ്ങൾക്ക് അടുത്ത വർഷം 9 നോമ്പ് നോക്കാം. അവരെ കാട്ടി കുറച്ച് മുന്നിലാവാം, അവരെ പോലെ ആവണ്ട. അതുകൊണ്ട് 9 മഹാന്മാർ പറഞ്ഞു, 9 നോമ്പ് നോക്കിയാലുള്ള മഹത്വം എന്താ? ചിലപ്പോ മാസങ്ങളുടെ അപ്പുറം ആയിപ്പോയെന്ന് 9 നോക്കി, അത് ആ 9 ചിലപ്പോ 10 ആയിട്ടുണ്ടെന്ന്. അതുകൊണ്ട് 9 നിങ്ങൾ നോക്കറോ? അത് വേണേ 9 നോക്കൂ. 10 നോക്കണോ? സുന്നത്താണ്. വലിയ മഹത്വമുള്ള ഒരു ദിവസമാണ്. അതുകൊണ്ട് കഴിഞ്ഞ വർഷങ്ങളെല്ലാം ഞങ്ങൾക്ക് വരാൻ പോകുന്ന എല്ലാ ദോഷങ്ങളും പൊറുക്കാനുള്ള കാരണമാണ് മുഹറം 10. വലിയ മഹത്വമുള്ള മാസമാണ്, മഹത്വമുള്ള ദിവസമാണ് മുഹറം 10. കടലിനെയും പർവ്വതങ്ങളെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊന്നു, കടലിനെയും പർവ്വതങ്ങളെയും സ്വർഗത്തെയും ഭൂമിയെയും ആദം നബി അലൈഹിസ്സലാമിനെയും ഹവ്വാ റളിയല്ലാഹു അൻഹയെയും സൃഷ്ടിച്ചത് മുഹറം 10-ലാണ്. ആദം നബി അലൈഹിസ്സലാമിന്റെ തൗബയെ അല്ലാഹു സ്വീകരിച്ചത്, നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കപ്പൽ നങ്കൂരമിട്ട് രക്ഷപ്പെട്ടത്, മഹാനായ ഇദ്രീസ് നബി അലൈഹിസ്സലാമിനെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിച്ചത്, മഹാനായ ഈസാ നബി അലൈഹിസ്സലാമിനെ ആകാശത്തിലേക്ക് ഉയർത്തിയത് ഈ മുഹറം 10-ലായിട്ടിടെ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ നമ്രൂദ് എന്ന് പറയുന്ന ആ രാജാവിന്റെ, ആ ശത്രുവിന്റെ തീക്കുണ്ടാരത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് ഈ മുഹറം 10-ലാണ്. ഈസാ നബി അലൈഹിസ്സലാമിനെ ഫിറഔനിൽ നിന്ന് രക്ഷപ്പെടുത്തിയത്, ഫിറഔൻ നശിച്ചുപോയതും ഈ മുഹറം 10-ലാണ്.